Hello children, so we'll go to the next topic on vibrational spectroscopy. That's about deriving the classical equation of vibration. Okay, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് വൈബ്രേഷൻ വരുന്നത്, വാട്ട് ആർ ദി സർട്ടൻ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എടുത്തു പോയി ഇൻ ദ പ്രീവിയസ് വീഡിയോ. ഇവിടെ നമ്മൾ വി ആർ ഗോയിങ് ടു ട്രൈ ടു ഗിവ് ആൻ ഇക്വേഷൻ ഫോർ ദിസ് വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണത് എന്താ വെച്ചാൽ വി കൺസിഡർ a ball of mass m. Okay, ഈ ball of mass m is attached to the spring. അതാണ് ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നത്. അവിടെ 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഓക്കെ, 1 is equilibrium condition, അതായത് അതിൻ്റെ ഒരു റെസ്റ്റ് പൊസിഷൻ ആണ്. ഓക്കെ, വെരി ലോവസ്റ്റ് എനർജി പൊസിഷൻ ആണ് ഇവിടെ. ദെൻ ഇത് ഞാൻ വലിക്കുമ്പോൾ ദിസ് ഇസ് എലോങ്ങേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഞാൻ സ്ട്രെച്ച്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ അമർത്തി പിടിക്കുക ടുവേർഡ്സ് ദ വാളിലേക്ക് പോകുന്നതാണ്. ദിസ് ഇസ് കോൾഡ് ദി കംപ്രസ്ഡ് പൊസിഷൻ. ഓക്കെ, സോ നമ്മുടെ ആ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ നിന്ന് അത് വലിക്കുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, സോ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവേണ്ട, which is x, and when you move also appartham, so from the equilibrium you can see that it moves to whatever distance it moves, it is the what we call as displacement. Okay, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഇതിനൊരു ഇക്വേഷൻ, ഹൗ ഡു യു എക്സ്പ്രസ് ഇറ്റ്? അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇത് ഞാൻ ഇവിടെ വലിച്ച് എടുക്കുമ്പോൾ ദർ ഇസ് എ ഫോഴ്സ്. ഓക്കെ, വലിച്ചിട്ട് ഞാൻ വിടുമ്പോൾ ദർ ഇസ് എ ഫോഴ്സ് ദാറ്റ് ട്രൈസ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലേ? And that force is always opposite to the direction in which you did the motion. അതായത് താഴോട്ട് വലിക്കുകയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഡയറക്ഷൻ ആണെങ്കിൽ ദി റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഓൾവേസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഇറ്റ്. സോ അവിടെ we have the famous Hooke's law, okay, to explain this. And avidna motion is you get it through the equation that F is directly proportional to x. Okay, is proportional to the displacement, and this restoring force is equal to minus kx. Minus is to just show that it is a restoring force ആണെന്ന് കാണിക്കാൻ. ഇവിടെ തന്നെ നമുക്ക് മൈനസ് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, നൗ വെൻ യു പുൾ ദിസ്, ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു മാസിനെ ഒന്ന് വലിച്ചിട്ട് അതിനെ വിട്ടു. ഓക്കെ, അത് വിടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ടു ഓസിലേറ്റ്. ഓക്കെ, അതായത് നമ്മൾ സ്പ്രിങ് ഇത് എങ്ങനെ നീങ്ങും, അല്ലേ? അകത്തോട്ട് പോവും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓസിലേഷൻ. ഓക്കെ, ഫിസിക്സിലൊക്കെ നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓസിലേഷൻ. നൗ ഈ ഓസിലേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു ഫ്രിക്ഷനും ഇല്ല, ഈ സ്പ്രിങ്ങിന് ഒരു മാസും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ. ഓഫ് കോഴ്സ് ദാറ്റ് കണ്ടീഷൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് ദി കറക്റ്റ് HSO. ദാറ്റ് ഈസ് ദർ വിൽ ബി ഓസിലേഷൻസ് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ്. ഓക്കെ, ഇതാണ് SHO എന്ന് പറയാം. അത് ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, ഓക്കെ, വെൻ ഐ ട്രൈ ടു പ്ലോട്ട് ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഫോം. ഓക്കെ, it will be like this, especially when you plot the by T. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓക്കെ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ കിട്ടും. ആൻഡ് this you can express it as x is equal to a sin 2 pi omega t. ഈ a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ് ഓഫ് ദ വൈബ്രേഷൻ. ഒമേഗ is the frequency of oscillation. This is amplitude. ഓക്കെ, ആൻഡ് ഈ ഒമേഗ ആണ് നമ്മൾ പറയണ ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഒമേഗ ആണ്. ഓക്കെ, നൗ നമ്മൾ ഈ ടൈം ടി എന്ന് നമ്മൾ പറയണ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഒറ്റൊരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു വൺ കംപ്ലീറ്റ് ഇതിൻ്റെയാണ് നമ്മളൊരു ടൈം ടി നമ്മൾ സ്മോൾ ടി ആയിട്ട് പറയുന്നത്. ഓക്കെ, നൗ
let me try to express the restoring force. How can you express the restoring force as a Newton's second law പ്രകാരം എനിക്കറിയാം F is equal to ma. Okay, I can express the restoring force as a mass into acceleration. അപ്പോൾ ഇതിനെ ഞാൻ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ, ബിക്കോസ് എനിക്കുള്ള ആക്സിലറേഷൻ അല്ല, എൻ്റെ ഇവിടെ ഉള്ളത് എക്സ് ആണ്. സോ ഐ ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് d²x/dt². ആൻഡ് നൗ ദിസ് ഞാൻ മുമ്പത്തെ ഇക്വേഷനിൽ ഐ നോ ഇറ്റ് ഈസ് ഈക്വൽ ടു -kx. ഓക്കെ, സോ ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഇറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം, ആൻഡ് ദാറ്റ് യു ക്യാൻ സോൾവ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഇൻ വൺ ഓഫ് ദ സൊല്യൂഷൻ ഇസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് x is equal to a sin 2π⍵t. ഓക്കെ, സോ നമുക്കപ്പോൾ ലെറ്റ് മീ ടേക്ക് ദാറ്റ് ഇക്വേഷൻ. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണല്ലോ x is equal to 2π sin 2π⍵t. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ എനിക്കറിയാം ദിസ് ഇസ് 2π⍵, എന്താ വെച്ചാൽ ടി അല്ലേ, സോ 2π⍵ അവിടെ ആദ്യം വരും. a sin sin അല്ല cos 2π⍵t. ഇതിൻ്റെ d²x, ദാറ്റ് ഇസ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4π²⍵². a ഇവിടെ ഒരു മൈനസ് വരും, ബിക്കോസ് കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ്, 2π sin ⍵t. ഈ ഭാഗം നോക്കുമ്പോൾ എക്സ് തന്നെയാണ്, സോ -4π²⍵²x എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. ഓക്കെ, ഫൈൻ. സോ ദിസ് ഇസ് ഹൗ ഇങ്ങനെ നമുക്കൊരു രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നൗ ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ. ഓക്കെ, ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ of d²x/dt² in my first Newton's equation ഉണ്ടല്ലോ, md²x/dt² is equal to -kx. എനിക്ക് ഈ ഭാഗം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ വിൽ ഗെറ്റ് -4π²⍵²x is equal to -kx. അപ്പോൾ തന്നെ എനിക്ക് വളരെ കാര്യമായിട്ട് നോക്കൂ, എക്സും ക്യാൻസൽ ചെയ്യാം, ആൻഡ് ഐ ക്യാൻ എക്സ്പ്രസ് ഐ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഒമേഗ. എനിക്ക് ഒമേഗ ഒന്ന് കണ്ടുപിടിക്കാം. സോ വിച്ച് മീൻസ് ദാറ്റ് ω² is equal to -k, മൈനസും പ്ലസ് ആവും കേട്ടോ. സോ ഐ വിൽ ഗെറ്റ് ഒമേഗ is equal to k/4π²m, and thus omega is equal to square root of k 4π²m. I will get 1/2π into root of k/m. This is a very important result. Okay, so this is the case when I put a spring attached to the wall. Aa case aanlo ivide kandadu, this one, it is attached to the wall. നൗ ഇതല്ലല്ലോ നമ്മുടെ മോളിക്യൂൾ, ഇങ്ങനെ അല്ലല്ലോ. സോ അവിടെ എന്താ സംഭവിക്കണേ? അവിടെ എനിക്കുള്ളത്, ലെറ്റ് മീ കൺസിഡർ 2 balls ഓഫ് മാസസ് m1 and m2. ഓക്കെ, ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് ത്രൂ എ സ്പ്രിങ്. നൗ സത്യം പറഞ്ഞാൽ ഒരു മോളിക്യൂള് നമ്മൾ ഈ ബോണ്ട് ലെങ്ത് ഇത്ര വാല്യൂ പറയുന്നത് അതൊരു ആവറേജ് ആണ്. ഓക്കെ, നമുക്ക് ശരിക്കും ബോണ്ട്സ് ആർ ഓൾവേസ് വൈബ്രേറ്റിംഗ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇഫ് യു ടേക്ക് HCl മോളിക്യൂൾ, ഈ ബോണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് വൈബ്രേറ്റിംഗ്, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറയണോ കൂടണോ അപ്പോൾ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ കൂടെ ഇറ്റ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദർ. ഓക്കെ, സോ ഈ കേസിൽ ലെറ്റ് മീ കൺസിഡർ ഇതിൻ്റെ ഒരു ആനലോഗാണ് ഇങ്ങനെ കേസ്, അതായത് 2 മാസ് അറ്റാച്ച് ത്രൂ എ സ്പ്രിങ്. അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ ചെയ്യണേ? ഇതിനെ ഞാനൊന്ന് വലിക്കുകയാണ്. ഓക്കെ, വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? സോ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് മെനി സെയിം കേസിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്.
പിന്നെ I will have the ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ആൻഡ് I will have the equilibrium condition. So 3 sets, അതായത് compressed state, stretched state and the equilibrium state. നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ. Now ഞാൻ നോക്കുമ്പോൾ again, okay, let me consider that there is a displacement, അല്ലേ? Now ഇവിടെ നമുക്ക് എന്താ ഇവിടെ നോക്കുമ്പോൾ my equilibrium position, let us say it is x1. When I have the equilibrium position x1, then let me consider that it is going to move to a new this x2. So ഇവിടുത്തെ കേസിൽ ഈ എക്സ് ഞാൻ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഫ്രം ദ ഇക്വിലിബ്രിയം നമ്മൾ നോക്കുമ്പോൾ, ഓർ ലെറ്റ് മീ ടേക്ക് ഇഫ് ആർ ഇ ക്യൂ അങ്ങനെ എടുക്കാം, ദാറ്റ് ഇസ് കുറച്ചുകൂടി ബെറ്റർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഇഫ് ആർ ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെൻ ഇറ്റ് യു ഡൂയിങ് ത്രൂ കംപ്രഷൻ ആൻഡ് ആർ ഇക്വിലിബ്രിയം ഇസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ, ഐ ഹാവ് ആർ മൈനസ് ആർ ഇക്വിലിബ്രിയം, ഓക്കെ, ഇസ് ദ നെറ്റ് എഫക്റ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീണ്ടും നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യുമ്പോൾ ഇൻ ദിസ് കേസ് ഐ വിൽ ഗെറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് ഓഫ് എന്താ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഇൻ ടു മ്യൂ, വേർ മ്യൂ ഇസ് ദ റെഡ്യൂസ് മാസ് വിച്ച് ഇസ് m1 m2/m1 plus m2. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ദിസ് ഇസ് ഹൗ ഐ കൺസിഡർ ഇറ്റ് വിത്ത് ദി ഐ എം കൺസിഡറിങ് ദ റിഡ്യൂസ് മാസും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കേസാണ്. ഓക്കെ, then we have to go and see how does it look in the quantum mechanical treatment. Okay, that I will take in the next video. Okay, so thank you.